ഹായ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് എൻ്റെ ഗാർഡനിൽ ചെടി സെറ്റ് ചെയ്യുന്ന വീഡിയോസും എൻ്റെ ഗാർഡനിലുള്ള പൂക്കളുള്ള ബോഗൺവില്ലയുടെ ചെടിയുടെ വീഡിയോയുമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക്. അപ്പോൾ ഞാനിന്ന് ആദ്യമായിട്ട് ചെടി കുഴിച്ചിടുന്ന വീഡിയോസാണ് കാണിക്കുന്നത്. അതിന് ഞാൻ കുഴിയൊക്കെ കുഴിച്ചതിന് ശേഷം അതിലേക്ക് എല്ലുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓരോ കുയിലും ഞാൻ കുറച്ച് എല്ലുപൊടി വീതം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഇവിടെ കുറച്ച് ചെടി ഉണ്ടായിരുന്നു, അതൊക്കെ വെയിലിൻ്റെ ചൂട് കാരണം ഉണങ്ങിപ്പോയതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ 3 തരം കൊങ്ങിണിപ്പൂവ്, എല്ലാവർക്കും അറിയുന്ന ചെടിയാണ്. കൊങ്ങിണിപ്പൂവ്, അമരപ്പൂവ് എന്നിങ്ങനെയുള്ള പേരൊക്കെയാണ് ഇതിനുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് വെയിലിൻ്റെ ചൂട് കാരണം ഞാൻ അതിലേക്ക് ട്രീറ്റ് ചെയ്തെടുത്ത ചകിരിച്ചോറാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ 2 സൈഡിൽ കൂടി നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കൂടുതൽ വളമൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. അത് ചെടി ഒന്ന് പിടിച്ച് വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ ഇനി ഇതിലേക്ക് ചാണകപ്പൊടിയും എല്ലുപൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ കുറച്ച് മണ്ണിൻ്റെ കുറവുമുണ്ട്, അതും ഞാൻ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇനി ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ചകിരിച്ചോറും മണ്ണും അതിൽ നന്നായി യോജിപ്പിച്ച് 2 സൈഡിൽ നിന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെ ചുവട്ടിലും ഞാൻ നന്നായിട്ട് മണ്ണും ചകിരിച്ചോറും കൂട്ടി നന്നായിട്ടൊന്ന് ഇതിൻ്റെ ചുവട്ടിലേക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ നല്ല വെയിൽ കാരണം ആദ്യം വെക്കുന്ന ചെടികളൊക്കെ ഉണങ്ങിപ്പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഏകദേശം എല്ലാത്തിൻ്റെ ചുവട്ടിലും നല്ലവണ്ണം ചകിരിച്ചോറും മണ്ണും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് നനച്ചെടുക്കാം. ഇവിടെ ആദ്യം കുഴി എടുക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ആദ്യം നനച്ചെടുത്ത സ്ഥലമായത് കാരണം നല്ല പൂല് അവിടെ ഉണ്ട്. അങ്ങനെ എല്ലാത്തിൻ്റെ മുരട്ടിലും നല്ലവണ്ണം നനച്ചെടുക്കാം. അപ്പം ഏകദേശം ഒക്കെ സെറ്റായി. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് മണ്ണും കട്ട് കൊടുക്കാം. അപ്പം ഇനി എൻ്റെ ഗാർഡനിലുള്ള കുറച്ച് ബോഗൺവില്ലയുടെ പ്ലാന്റ്സാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ. ഇതിലുള്ളതൊക്കെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയതാണ്. ഇതിലാദ്യം ഉണ്ടായിരുന്നു, ഇനി ഇപ്പോൾ കൊഴിഞ്ഞു പോയതിന് ശേഷം വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു മരത്തിന് 3 കളറുള്ള ചെടിയാണ്. ഇത് മുല്ല, ഇതിൽ 2 കളറുണ്ട്. ഇത് ഡാലിയ പ്ലാന്റാണ്. ഇത് റോസ്. പിന്നെ എൻ്റെ കയ്യിൽ ബോൾസം ചെടി 5 കളറുള്ള പ്ലാന്റ്സ് ഉണ്ട്. ഇതൊക്കെ ഇനി ചട്ടിയിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ട് വേണം. ഇത് ചെറിയ റോസാണ്. ഇത് ജറബറ പ്ലാന്റാണ്. ഇത് എൻ്റെ കയ്യിൽ 3 കളറുണ്ട്. ഒരു ലൈറ്റ് മഞ്ഞ, റോസ്, ഒരു ചുവപ്പ് കളർ എന്നിങ്ങനെ 3 തരം കളറാണ്. മല്ലിക പ്ലാന്റ് ഉണ്ട്. ഇതൊക്കെ പിന്നെ വലിയ പോട്ട് സെറ്റ് ചെയ്ത ബോഗൺവില്ലയുടെ പ്ലാന്റാണ്. റൂബി റെഡ്. അപ്പോൾ ഇതൊരാഴ്ച കഴിഞ്ഞതിന് ശേഷം എൻ്റെ പ്ലാന്റ്സിൻ്റെ ഇതാണ് ഞാൻ കാണിക്കുന്നത്. ഇത് എൻ്റെ കയ്യിൽ 14 തരം വെറൈറ്റി 10 മണിയാണ്. വേറെന്താ പേരെന്ന് എനിക്കറിയില്ല. 14 തരം കളറുണ്ട്. അപ്പം ഇനി ഇത് പോട്ടിൽ സെറ്റ് ചെയ്ത് വേറെ പോട്ടിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ